ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലെ ഈ സ്ഥലം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് കയറി കാണുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ 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 അത്യാവശ്യമാണ്. അപ്പൊ ആ വീഡിയോന്റെ തന്നെ കുറച്ച് ഗ്ലിംസുകളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ warm welcome to our new video. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ വീഡിയോ ലെങ്ത് ഭയങ്കര ആയി കഴിഞ്ഞാൽ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മുടെ സഫാരി ആയിരുന്നു, വൈൽഡ് ലൈഫ് സഫാരി. ഇപ്പൊ നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു മെയിൻ എൻട്രൻസിൽ നിന്ന് തന്നെ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള 3 സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മുടെ സഫാരി, ഒന്ന് ബട്ടർഫ്ലൈ പാർക്ക്, പിന്നെ നമ്മുടെ സൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കും സൂവുമാണ്. അപ്പൊ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് വരുന്ന വഴിയാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത്. നമ്മളിപ്പോ മെയിൻ ബട്ടർഫ്ലൈസിനെ അവർ കീപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് ഇപ്പോഴാണ് എൻ്റർ ചെയ്തത്. അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള നല്ല തണലുള്ള ഒരു വഴി കൂടെ വന്നിട്ട് തന്നെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ വരുന്ന വഴിയിലും കുറെ ചെടികളുടെ മുകളിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ഏരിയ പെർട്ടിക്കുലർലി അവര് ഈ ബട്ടർഫ്ലൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പൊ ആ ബട്ടർഫ്ലൈസിന് സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഹാബിറ്റാറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സും അറേഞ്ച്മെന്റ്സും ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ബട്ടർഫ്ലൈ പാർക്കിനെ പറ്റി പറയുവാണെങ്കിൽ 2007 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഏരിയ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അത്യാവശ്യം ഏരിയയിൽ തന്നെ നിൽക്കുന്ന ഒരു ബട്ടർഫ്ലൈ പാർക്കാണ്. ഇവിടെ വന്ന ഒരു മെയിൻ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ജസ്റ്റ് പൂമ്പാറ്റകളെ കാണുക അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം എന്നുള്ള ഫാക്ടിന് ഉപരി നമുക്ക് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണ്. ഇപ്പൊ അറിയാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും എല്ലാ ഡീറ്റെയിൽസും അവർ ബോർഡുകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാനും അതിനോടൊപ്പം തന്നെ അവർ കാണുമ്പോൾ അത് അവരുടെ മെമ്മറിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമുള്ള ഒരു സിസ്റ്റമായിട്ട് ഫീൽ ചെയ്തു. ഒരു ആർട്ടിഫിഷ്യൽ ലേക്കും അതിന്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ബട്ടർഫ്ലൈയുടെ സ്റ്റേജസ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് ബട്ടർഫ്ലൈ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടുള്ള ബോർഡുകളും ചാർട്ടുകളും അതിന്റെ എക്സ്പ്ലനേഷനും ഡിസ്ക്രിപ്ഷനും എല്ലാം അവൈലബിൾ ആയിരുന്നു. ഇനിയിപ്പോ നമുക്ക് പ്യൂപ്പ അങ്ങനത്തെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജസ് കാണാനായാലും നമുക്ക് അവിടെ ഹെൽപ്പിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അവർക്കറിയാലോ ഏത് ചെടിയുമെയാണ് ഇവർ ബ്രീഡ് ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പൊ അത് കണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ വളരെയധികം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എല്ലാ പോയിന്റിലും അവർ ഇതുപോലെ ബോർഡുകൾ വെച്ച് നമുക്കറിയാത്ത ഫാക്ട്സ് നമുക്ക് വായിച്ചെടുക്കാനൊക്കെയുള്ള ഒരു നല്ല ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം ഈ ബട്ടർഫ്ലൈ പാർക്കിൽ കയറി ചെന്ന് ആദ്യം നമ്മൾ ഈ ബട്ടർഫ്ലൈസിനെ അവർ കീപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വളരെ ഇൻഫോർമേഷണൽ ആയിട്ടുള്ള കുറെ ചാർട്ട്സും ബോർഡ്സും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്കായിരുന്നു. നമ്മളിപ്പം സഫാരിക്ക് പോയി കഴിഞ്ഞ് സഫാരി എൻഡ് ചെയ്യുന്നത് ഏകദേശം ഈ ബട്ടർഫ്ലൈ സഫാരി എൻഡ് ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈ പാർക്കിന്റെ അവിടെയായിട്ടാണ്. ഡിഫറെന്റ് ടിക്കറ്റ്സ് ആണ് 3 ഏരിയാസിലേക്കും. പക്ഷെ എന്നാൽ പോലും ഇത് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ഇത് എടുക്കാൻ കാരണം എന്തോ ഒരു വലിയ പാർട്ടി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്തായാലും മിസ് ചെയ്യരുത്. അവരുടെ മീറ്റിംഗ് എന്താണ് അജണ്ട എന്ന് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് കാണുന്നവർക്ക് അതൊരു കൗതുകമായിട്ട് ഫീൽ ചെയ്യുന്നതായിരുന്നു. ഈ പാർട്ടി മീറ്റിംഗ് ഇവിടെ മാത്രമായിരുന്നില്ല കേട്ടോ. പിന്നെയും 2-3 സ്ഥലത്ത് അവര് വേറെ വേറെ പാർട്ടികളുടെ മീറ്റിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു അവർ നടത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പൂമ്പാറ്റകൾ വന്നിരിക്കുന്നത് കാണാനും ഒരു കൗതുകം തോന്നി. കാരണം നമ്മുടെ പറമ്പിലോ തൊടിയിലോ ഒന്നും അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു രംഗം കാണാറില്ലല്ലോ. മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഈ മൊത്തത്തിൽ ഈ സഫാരിയിലായാലും ബട്ടർഫ്ലൈ പാർക്കിലായാലും സൂവിലായാലും ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് 3 ഡിഫറെന്റ് ടിക്കറ്റ്സ് ആണ് 3-നുള്ള എൻട്രൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ സഫാരി കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബസ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈ പാർക്കിന്റെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് എൻട്രൻസ് തൊട്ട് വീണ്ടും ഇതുവരെ നടക്കേണ്ട ബുദ്ധിമുട്ടില്ല. ഇതിനകത്ത് നമ്മൾ നടന്ന് തന്നെ കാണണം, വേറെ മാർഗമില്ല. ഇത് അവർ വെച്ചിരിക്കുന്നത് ഒരു ഡെമോ പോലെ, എങ്ങനെയാണ് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് കാണാൻ വേണ്ടി ഒരു
ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മെക്കാനിസത്തിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സോ നമുക്കൊരു ക്ലിയർ ഐഡിയ, നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു കാര്യം വെറുതെ പറയുന്നതിനേക്കാളും അത് നമ്മൾ മുന്നിൽ വിഷ്വലായിട്ട് കാണുമ്പോൾ ആ ഒരു ഡിഫറെന്റ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു ഈ ഏരിയ. നമ്മൾ അവിടെ നിന്ന് താഴോട്ട് കോണി ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വലിയൊരു ഹാളിൽ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡിഫറെന്റ് ലൈഫ് സൈക്കിൾ, എത്ര കാലമാണ് ഇവരുടെ ലൈഫ് സ്പാൻ. പിന്നെ എനിക്ക് മനസ്സിലായത് അവിടെ സെമിനാർസ് പോലെയൊക്കെ എടുക്കാറുണ്ട്, കാരണം ചെയേഴ്സും ഒരു വൈറ്റ് ബോർഡും എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. അപ്പം അതിനർത്ഥം മേ ബി സംതിങ് റിലേറ്റഡ് ടു ദ ടോപ്പിക് എന്നുള്ള പോലെ അവിടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും എന്നാണ് മനസ്സിലായത്. ഞങ്ങൾ ചെന്ന അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കാണുക, അത് തന്നെ ഒരു നല്ലൊരു ഇൻഫോർമേഷണൽ ടൂർ ആയിരുന്നു ഞങ്ങൾക്ക്. അവരത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനും ലേബിൾഡ് ആണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കി. എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്കത് കാണുമ്പോൾ നമുക്കുള്ള നോളജ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. ഇത്രയും വെറൈറ്റീസ് ഉണ്ട് പൂമ്പാറ്റകളിലെ തന്നെ. നമുക്കറിയാം പലതരം പൂമ്പാറ്റയുണ്ട്, നമ്മൾ കണ്ടിട്ടും ഉണ്ടാവാം, പക്ഷെ ഇത്ര അധികം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഏരിയ ആയിക്കോട്ടെ, ഈ ഒരു മൊത്തത്തിൽ അവരുടെ ആ ഒരു ബട്ടർഫ്ലൈ പാർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ, നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വിതിൻ 1 hour നമുക്ക് മൊത്തത്തിൽ കണ്ട് ഇവിടുത്തെ മൊത്തം കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി പുറത്തേക്ക് കടക്കാം. അത്രയുള്ള ഒരു ഡ്യൂറേഷനെ മാക്സിമം വേണ്ടി വരുള്ളൂ. നമുക്ക് നടന്ന് ഉള്ളി വന്ന് നേരത്തെ കണ്ട ഏരിയയും ഈ ഏരിയയും കവർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ മാക്സിമം ഒരു 1/2 hour to 1 hour. അത് എത്ര നമ്മൾ മെല്ലെ നോക്കിയാലും എത്ര സ്പീഡിൽ ഓടിപ്പോയാലും ആ സമയം തന്നെ കവർ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും ജീവനുള്ളതാണ് കേട്ടോ. അവരതിന് മുകളിൽ ഓക്സിജൻ ഉള്ള ഓപ്ഷൻ ഇട്ടിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റെപ്റ്റൈൽ സ്പീഷീസിനെ നമുക്ക് റെപ്റ്റൈൽസ് എന്നല്ല പറയാ, സോറി, ഇൻസെക്ട് സ്പീഷീസിനെ അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ സഫാരിക്ക് ടിക്കറ്റ് എടുത്ത അതേ കൗണ്ടറിന്റെ അതേ എൻട്രൻസിന്റെ ഭാഗത്തു കൂടെ തന്നെയാണ് സൂവിലേക്കും എൻട്രി ചെയ്യുന്നത്. സെയിം എൻട്രൻസ് അല്ല, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കവാടം, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ സഫാരിയിലേക്ക് പോകുന്നതെങ്കിൽ റൈറ്റ് സൈഡ് എൻട്രൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂവിലോട്ട് പോവാം. ഈ സൂവിന്റെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട്, നടക്കാനുണ്ട്, പക്ഷേ നമുക്ക് അതിനകത്ത് ബഗ്ഗി സർവീസ് അവൈലബിൾ ആണ്. അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് ബഗ്ഗിയില്ല, അതുകൊണ്ട് നിങ്ങൾ അടി ഉണ്ടാക്കരുത് എന്നുള്ളത്. പക്ഷെ ബഗ്ഗി സർവീസ് സ്റ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തന്നെയും ഇത്ര നേരമൊക്കെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാല് കടയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ബഗ്ഗി സർവീസ് അവൈൽ ചെയ്യാം. ഈ ബഗ്ഗിയിൽ കയറുന്നതിന് മുന്നെയാണ് അവർ നേരത്തെ കാണിച്ച ആ കുരങ്ങന്റെ സ്റ്റാമ്പ് നമ്മുടെ കൈമിട്ട് തരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ ഓരോ അനിമൽസിന്റെ അവിടെ എത്തുമ്പോൾ അവർ ബഗ്ഗി നിർത്തി തരും. അപ്പൊ നമുക്ക് ഇറങ്ങി അനിമൽസിനെ എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കണ്ട് തിരിച്ചു കയറിയാൽ മതി. അവർ ടൈം പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എല്ലാ ബഗ്ഗി ഡ്രൈവേഴ്സും ഫീമെയിൽസ് ആയിരുന്നു. അവർ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പറയും ഇന്ന അനിമൽസ് ആണ് ഈ ഏരിയയിലുള്ളത്, അവരെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ചിലതിന് 1 മിനിറ്റ് തരും, ചിലതിന് 2 മിനിറ്റ് തരും, ചിലതിന് 15 മിനിറ്റ്സ് തരും. അങ്ങനെ അവർ ടൈം പറഞ്ഞാണ് നമ്മളതിനെ ഇറക്കുന്നത്. ആ ടൈമിനകത്ത് തന്നെ തിരിച്ചു വന്ന് കയറണം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന് കയറുന്ന സമയത്ത് നമ്മൾ കയറിയ ബഗ്ഗി തന്നെ ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ അവർ വേറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൈമത്തെ സ്റ്റാമ്പ് കാണിച്ചാൽ മതി. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ ഓൾറെഡി ബഗ്ഗിക്ക് പേ ചെയ്തതാണ്, അപ്പൊ നമുക്ക് ബഗ്ഗി സർവീസ് അവൈൽ ചെയ്യാം. അതിനാണ് മെയിൻ ആയിട്ടും ആ സ്റ്റാമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സൂലായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഹാബിറ്റേറ്റ് ഒരുവിധം റെപ്ലിക്ക ചെയ്യാൻ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത്യാവശ്യം ഏരിയയിൽ. അല്ലാതെ കൂട് എന്നുള്ളൊരു സിസ്റ്റത്തിലുപരി ഒരുപാട് ഓപ്പൺ ഏരിയയിൽ തന്നെയാണ് മൃഗങ്ങളെല്ലാം ഉള്ളത്. എന്ന് കരുതി അവർക്ക് കൂടില്ല എന്നല്ല, ഷെൽട്ടർ ഉണ്ട്. പക്ഷെ പ്ലസ് അതിന് ഉപരിയായിട്ട് ഒരുപാട് ഏരിയയിലാണ് അനിമൽസ് നടക്കുന്നത്. സോ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നാണ് ഇവരെ കാണുന്നത്. ഇനി അതുകൊണ്ട് തന്നെയുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയയുടെ മുന്നിലും ആ അനിമൽ ഏതാണെന്നുള്ളത് അവർ എഴുതി അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് വായിച്ചിട്ട് ആ വാസ്റ്റ് ഏരിയയിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ക്യാമറയിൽ സൂം ചെയ്യുന്ന പോലെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ടോളണം എന്നില്ല. അപ്പൊ നമ്മൾ
ആ ഏരിയ നോക്കി ഏത് അനിമലാന്ന് വായിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ചിലപ്പോൾ ആ കോർണറിലായിരിക്കും ആ അനിമൽ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് അതിനെ കാണാൻ സാധിക്കും. കുറെ വെറൈറ്റി ഓഫ് അനിമൽസിനെ ആ സൂല് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്പർ ഓഫ് സ്പീഷീസ് അവിടെ ഉണ്ട്. ജസ്റ്റ് അനിമൽസ് മാത്രമല്ല, ബേർഡ്സിന് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, റെപ്റ്റൈൽസിന് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം വലിയൊരു സൂ തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ബഗ്ഗി സർവീസ് അവൈൽ ചെയ്തത് വളരെ വളരെ നന്നായി എന്നൊരു അഭിപ്രായം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നടന്ന് നടന്ന് അത്യാവശ്യം ടയേർഡ് ആവാനുള്ള സാധ്യതകൾ നല്ല രീതിയിലുണ്ട്. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സർവീസ് എടുത്തത് നന്നായി എന്ന് ഫീൽ ചെയ്തു. എന്ന് കരുതി നമുക്ക് നടക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ. നമുക്ക് നടന്ന് കാണേണ്ടവർക്ക് നടന്നും കാണാം, അല്ലെങ്കിൽ ബഗ്ഗി സർവീസ് എന്നതാണ് ഉദ്ദേശിച്ചത്. എല്ലാ കൂട്ടിലായാലും ഒന്നിൽ കൂടുതൽ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കാണുന്നതാണ്, അത് ഒരു ഒറ്റ അനിമലോ അല്ല രണ്ടുപേരോ അല്ല, അത്യാവശ്യം പേരുണ്ട്. അവർക്കുള്ള ഷെൽട്ടറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പൊ അത് പുലി കയറി പോകുന്ന ഭാഗം നോക്കിയാൽ കാണാം, അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷെൽട്ടേഴ്സും അവൈലബിൾ ആയിരുന്നു. ബേർഡ്സിന്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തതോ അല്ലെങ്കിൽ പേര് കേൾക്കാത്തതോ ആയ കുറെ പേരെ തന്നെ കാണാനായിട്ട് സാധിച്ചു. കണ്ടുപരിചയമുള്ള ബേർഡ്സും ഉണ്ടായിരുന്നു. എല്ലാം റെയർ സ്പീഷീസ് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്നാലും റെയർ ആയിട്ടുള്ള കുറെ പേരെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നോയ്സി ആയിരുന്നു, പിന്നെ കുറച്ച് ഫണ്ണി ആയിരുന്നു ബേർഡ്സ്. അവരവരുടേതായ ഒരു രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ അവർ കേജ്ഡ് ആണ്. അവരുടെ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് സ്കൈ അവരെന്നെ എപ്പോഴും മാടി മാടി വിളിക്കുകയാണല്ലോ. ആ നേരത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു വിനോദം, പക്ഷെ അവർക്കത് അത്ര വിനോദമല്ല. അപ്പൊ ചിലപ്പോൾ അതിന്റെ പ്രതിഷേധമായിരിക്കാം ആ ശബ്ദം. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആക്റ്റീവ് ആയിരുന്നു ബേർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബേർഡ്സിന്റെ കേജിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ മങ്കീസിന്റെ സെക്ഷനും വന്നിരുന്നത്. ഇത് നമ്മൾ ബേർഡ്സിന്റെ സെക്ഷനിലൂടെ കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളുടെയൊക്കെ വിചാരം നമ്മുടെ വവ്വാല് അല്ലെങ്കിൽ ബാറ്റ് മാത്രമാണ് തല കീഴായിട്ട് ഞാൻ കിടക്കുക. പക്ഷെ ഇവിടെ കുറെ ബേർഡ്സ് നോക്കുമ്പോൾ അവർ കേജിൽ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഹാങ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അത് ബാറ്റിന്റെ പോലത്തെ അത്രയും ടൈം അവർക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ അതിശയിക്കും, ഓ അപ്പൊ എല്ലാ ബേർഡ്സിനും ഇങ്ങനത്തെ ഒരു കഴിവ് ഉണ്ട് അല്ലേ എന്നുള്ളത്. എല്ലാ കൂടിന്റെ മുന്നിലും ബേർഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇൻഫോർമേഷൻ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്തിനെയാണ് കാണുന്നത്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിന്റെ ഫുഡ് എന്താണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബോർഡ് അല്ലാതെ കൂടുകളുടെ മേലെയായിട്ട് ആരാണ് കെയർ ടേക്കർ, അങ്ങനത്തെ ഉള്ള ഫുൾ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്തിരുന്നു. അത് ബേർഡ്സിനേക്കാളും എനിക്ക് തോന്നുന്നത് ഈ വൈൽഡ് ആനിമൽസിനൊക്കെ നോക്കുന്നവരുടെ അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് ഫീൽ ചെയ്തു. വളരെ കളർഫുൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ കുറച്ച് സ്പീഷീസിനെ ഇവിടെ കാണാനായിട്ട് സാധിച്ചു. പെട്ടെന്ന് ചില കൂട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് പക്ഷി എന്നുള്ളത് നമുക്കൊരു സംശയം വരും. അങ്ങനെ പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ഒന്നില്ലെങ്കിൽ മേലേന്ന് ഞാൻ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് ഇരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ ഇതിന്റെ ഉള്ളിലും അവർക്ക് കുഞ്ഞു കുഞ്ഞ് ഒരു കൂട് പോലെ, ബേർഡ് കേജ് പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്ക് കയറിയിരിക്കണം. വ്യൂവേഴ്സിനെ ഒന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ അതിനകത്ത് റെസ്റ്റ് ചെയ്യാം. അല്ല, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് ഷോ ഓഫ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആൾക്കാർ വരുമ്പോൾ അതും ചെയ്യാം. എന്തിനായാലും അവർക്ക് ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ കേജ്ഡ്. അതൊരു ഇത്തിരി വിഷമമുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ മയിലുണ്ടായിരുന്നു. മയിലൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യമല്ല, എങ്കിൽ പോലും ഇങ്ങനെ ഫുൾ ഭംഗിയിൽ അതിനെ കാണാൻ സാധിക്കുക എന്നുള്ളത് വ്യൂവേഴ്സ്, നമ്മുടെ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം അതൊരു രസകരമായ കാര്യമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾക്ക് റെപ്റ്റൈൽസിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. റെപ്റ്റൈൽസിന്റെ സെക്ഷനിൽ നമുക്ക് മുതലകളായാലും വിവിധ തരം പാമ്പുകളായാലും, പിന്നെ ആ സെക്ഷനിൽ തന്നെയാണ് നമ്മുടെ മുള്ളംപന്നിയൊക്കെ വന്നത്. അപ്പൊ അതിനെയൊക്കെ അങ്ങനെ സെക്ഷൻ തിരിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ബഗ്ഗി എന്നുള്ള സർവീസാണ് അവൈൽ ചെയ്യുന്നതെങ്കിൽ ആ സെക്ഷനിൽ എത്തുമ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, ഓക്കെ ഇന്ന ഏരിയയിൽ ഇന്ന മൃഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഇന്ന റെപ്റ്റൈൽസ് ആണുള്ളത്, നിങ്ങൾക്ക് അവിടെ പോയി അതെല്ലാം കണ്ടിട്ട് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെ സെക്ഷനായിട്ട് തിരിച്ചതുകൊണ്ടുള്ള ഒരു മെയിൻ ഉപകാരം എനിക്ക് തോന്നിയത്, അങ്ങനെ ഇപ്പൊ നമുക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ പാമ്പൊന്നും കാണാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ആ
ഭാഗം സ്കിപ്പ് ചെയ്യാം, നിങ്ങൾക്ക് നേരെ അടുത്ത ഭാഗത്തോട്ട് പോവാം. നടന്നാണ് കാണുന്നതെങ്കിലും ഇങ്ങനെ റെപ്റ്റൈൽസിന്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബേർഡ്സിന്റെ സെക്ഷനാണ്, അങ്ങനെയൊക്കെ നമുക്കപ്പോൾ മനസ്സിലാവും നമ്മൾ ഇനി എന്താണ് കാണാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ അത് മുന്നേ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം, അങ്ങ് പോയി കണ്ടാ പോരെ. അത് ശരിയാണ്, പക്ഷെ എന്നാലും ഒരു ഇൻഫോർമേഷൻ ആയിട്ട് അത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്തതും നമുക്ക് നല്ലത് എന്ന് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഇതൊക്കെ നമ്മുടെ ബേർഡ്സിന്റെ സെക്ഷനാണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ബേർഡ്സ് നിൽക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലാണ്. അപ്പൊ ഒരു വലിയ കൂടിനെ ബേസിക്കലി അവര് നടുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് സെക്ഷനിലും ബേർഡ്സ് അങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചറ പറ ആമകളുണ്ട്, നമുക്ക് അതിനൊരു പഞ്ഞം വരരുത്. എവിടെ ആ ഭാഗത്ത് നോക്കിയ ഫുൾ ആമകളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുള്ളമ്മന്നിയുടെ കാര്യം, അവനെയും ഈ റെപ്റ്റൈൽസിന്റെ അവൻ എങ്ങനെയാണ് റെപ്റ്റൈൽ ആവണമെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ പിടുത്തില്ല. പക്ഷെ ആ സെക്ഷനിലാണ് നമ്മൾ ഇവനെ കണ്ടത്. കുറെ ഫുഡിന്റെ നടുക്ക് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ഹാപ്പി ആയിട്ട് പ്രിട്ടൻഡ് ചെയ്യായിരുന്നു എന്നുള്ള ഒരു എഫക്റ്റ് ആയിരുന്നു. ഇവൻ ആ കൂട്ടില് ഒന്നിൽ കൂടുതൽ മുള്ളമ്പന്നികൾ ഉണ്ടായിരുന്നു. നമ്മൾ കൂടിന്റെ നെക്സ്റ്റ് വളരെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അത് കാണാനായിട്ട് സാധിക്കുന്നത്. പല വെറൈറ്റി ഓഫ് സ്പീഷീസിനെ ഒറ്റയടിക്ക് കാണുക എന്നത് ഒരു രസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തോന്നും ചെറുപ്പത്തിലാണ് ഇതിനൊക്കെയുള്ള ഫാസിനേഷൻ. അങ്ങനെയല്ല കേട്ടോ, ഒരിക്കലും അല്ല. നമുക്ക് എല്ലാ പ്രായത്തിലും നമ്മൾ ഒരു സൂല് കണ്ടതായിരിക്കില്ല ചിലപ്പോൾ അടുത്ത സൂല് കാണുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഒരു വെൽക്കം ഇമേജസ് ആണ്. പാമ്പുകളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇഷ്ടപ്രകാരം പാമ്പുകൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പല വെറൈറ്റി ഉണ്ടായിരുന്നു, പേര് കേൾക്കാത്ത പോലും പല സ്പീഷീസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ കേജ് ഡിസ്പ്ലേ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് വിഷമുള്ള പാമ്പുകൾക്കാണെങ്കിൽ കുറച്ച് നീങ്ങിയിട്ടുള്ള പോലെ, കുറച്ച് പ്രിക്കോഷൻ കൊടുത്തിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നമ്മുടെ സിംഹം തന്നെയായിരുന്നു. അതിന്റെ കൂട്ടിൽ ആദ്യം നമ്മളിപ്പോ കാണുന്നത് വളരെ ശാന്തനായിട്ടിരിക്കുന്ന ഒരു സിംഹത്തിനെ ആയിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പരങ്ങോട്ട് എണീറ്റു ഗർജിക്കാനൊക്കെ തുടങ്ങി. അത് തുടങ്ങിയപ്പോ ഏറ്റവും തമാശ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി എന്നുള്ളതാണ്. ഒന്നില്ലല്ലോ അവൻ കാട്ടിലെ രാജനാണല്ലോ. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കണില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ചെറിയൊരു റിക്വസ്റ്റ് ആണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.